മഞ്ചേശ്വരത്ത് ഇത്തവണ സുരേന്ദ്രൻ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ? എന്താണ് ഈ ലാസ്റ്റ് ട്രെൻഡ്? തീർച്ചയായും സഹിത്തെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഉയർന്നു കേൾക്കുന്നതും. കാരണം 20 വർഷമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ പരിചിതമാണ്. അത്രത്തോളം വലിയ തോതിലുള്ള പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം SDPIയുടെ നിലപാട് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചർച്ചയായതാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് മുഴുവൻ ഈ മഞ്ചേശ്വരത്തെ ഒരു SDPIയുടെ ഈ നിലപാട് സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചയായി. ഡീൽ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നേരിട്ട ഒരു മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തട്ടിൽ വരെ വലിയ തോതിൽ പ്രവർത്തനം നടക്കുന്നു. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി പോലെ വലിയ സ്റ്റാർ ക്യാമ്പയിനൊന്നും മഞ്ചേശ്വരത്ത് നടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമായും BJP ജയിക്കുന്നു എന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ തോതിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വലിയ കാടിളക്കി ഒരു പ്രചരണമില്ല. വളരെ സൈലന്റായാണ് അവിടെ പ്രചരണം നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ സ്റ്റാർ ക്യാമ്പയിനിങ് ഒന്നും നടക്കാത്ത ഒരു മണ്ഡലമാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 സ്വതന്ത്രന്മാർ, ഒരു PSP സ്ഥാനാർത്ഥി, അതോടൊപ്പം 3 പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥി, അങ്ങനെ 11 സ്ഥാനാർത്ഥികളാണ് ഈ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത്. അതായത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ സ്ഥാനാർത്ഥികൾ ഉള്ളതും മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്നാണ് ഓർക്കണം. അങ്ങനെ ഓരോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അവിടെ നിർണായകമാണ്. SDPIയുടെ നിലപാട് വളരെ നിർണായകമാണ്. എന്തും സംഭവിക്കാം. ഒരു തരത്തിലും പ്രവചനം അസാധ്യമായ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു കാലാവസ്ഥയിലേക്ക് മഞ്ചേശ്വരം മാറിയിരിക്കുന്നു. മഞ്ചേശ്വരത്തിന്റെ മനസ്സെന്ത് എന്നത് ഒരു തരത്തിൽ പ്രവചനം പറ്റാത്ത സാഹചര്യമാണ്. SDPI ഇപ്പോഴും മുസ്ലിം ലീഗിന് എതിരായി തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും അവർ പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യുമെന്ന് കൃത്യമായി പറയുന്നില്ല. LDFന് പിന്തുണ എന്ന് പറയുമ്പോഴും ആർക്കാണ് അവർ വോട്ട് ചെയ്യുക എന്ന് പറയുന്നില്ല. AKM അഷ്റഫിനെ വ്യക്തിപരമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ കൃത്യമായും അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് SDPIയുടെ പ്രവർത്തനം ഇപ്പോഴും മഞ്ചേശ്വരത്ത് പോകുന്നത്. ഏതായാലും ഇത്തവണ അനുകൂല ഘടകം ഏറെയുണ്ടെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, അതോടൊപ്പം AK അഷ്റഫിന് പാർട്ടിക്കകത്ത് തന്നെ ചില ആളുകൾ ഉയർന്നു വന്ന എതിർപ്പുകൾ, അങ്ങനെ വലിയ തോതിലുള്ള അനുകൂല സാഹചര്യമുണ്ടെന്ന് BJP ക്യാമ്പ് വിശ്വസിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നു. ഏതായാലും വാശിയേറിയ മത്സരം, സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്നു എന്ന് മഞ്ചേശ്വരം എന്ന് പറയേണ്ടി വരും. ഇത്തവണ മഞ്ചേശ്വരത്ത് BJP അക്കൗണ്ട് തുറക്കുമോ, അതല്ല UDF തന്നെ മഞ്ചേശ്വരം നിലനിർത്തുമോ? അതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. ഏതായാലും ത്രികോണ മത്സരമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. LDF മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രംഗത്തുണ്ട്. KR ജയാനന്ദയുടെ, അതായത് മണ്ഡലത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ KR ജയാനന്ദയുണ്ട്. ഇത്തരത്തിൽ PDP ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയും LDFന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെല്ലാം PDP UDFന് അനുകൂലമായി നിൽക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDFനാണ് പിന്തുണ എന്നതും വളരെ ശ്രദ്ധേയമാക്കുന്നു. അതായത് BJP വിജയിക്കുന്ന ആ ഒരു സാഹചര്യം, അതായത് BJP തൊട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ, അതുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടാണെന്ന് PDP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു SDPIയുടെ നിലപാട് ഇനി വരുന്ന ദിവസങ്ങളിലും ഈ വോട്ടെടുപ്പ് വരെ അവരുടെ നിലപാടുകൾ നിർണായകമാണ്. കാരണം 15,000-ഓളം വോട്ടുകൾ SDPIക്ക് അവിടെയുണ്ട്. ആ വോട്ടുകൾ തന്നെയായിരിക്കും അവിടെ നിർണായകമാവുക. ആര് ജയിക്കണം, ആര് പരാജയപ്പെടേണ്ട കാര്യത്തിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വോട്ടുകൾ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ UDFന്റെ അകത്തു നിന്നും ഈ മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ വലിയ തോതിൽ സ്പ്ലിറ്റായാൽ അത് BJPക്കായിരിക്കും ഗുണം ചെയ്യുക. അതല്ല, അവസാന മണിക്കൂറുകളിൽ പോലും എന്ത് വേണമെങ്കിലും മാറി മറിയാവുന്ന ഒരു സാഹചര്യമാണ് മഞ്ചേശ്വരത്തുള്ളത് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഏകീകരിക്കുന്ന ഒരു സ്വഭാവം കഴിഞ്ഞ തവണകളിലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് UDFന് അനുകൂലമായ സാഹചര്യം വരും. ഏതായാലും ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. മഞ്ചേശ്വരം പ്രധാനപ്പെട്ട ഇടമാണ്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല. അവിടെ വലിയ ജില്ലയല്ല, പക്ഷേ സ്വാധീനിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. ആ മണ്ഡലങ്ങളുടെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമ്മൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ്. അദ്ദേഹം കേരളത്തിന്റെ വികസന നായകൻ എന്നതാണ് മുഖ്യമന്ത്രിയെ ഇടതുമുന്നണി വിശേഷിപ്പിക്കുന്നത്. വലിയ വികസനം നടന്ന ഒരു ഇടമാണോ ഈ ധർമ്മടം? 100% നിങ്ങളൊക്കെ പിണറായിയുടെ വോട്ട് ചെയ്യുന്നവരാണ്. വോട്ട് നമ്മളങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല. വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 കിലോമീറ്റർ കണക്ക് വികസനം നമ്മളെ പിണറായിലുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗത്തുണ്ട്. ഈടെ മാത്രമല്ല, വികസനമുണ്ട്, അതിനില്ലെന്ന് പറയുന്നില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. വീണ്ടും ജയിക്കും, ഈടെ നമ്മൾ ഭൂരിപക്ഷം കിട്ടും, അത് ഗ്യാരണ്ടിയാണ്.
എന്തായാലും നമുക്ക് ധർമ്മടത്തുകാരുടെ വിശേഷങ്ങൾക്ക് ഇടയ്ക്ക് ചോദിച്ചു പോകാം. മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ്. 3 മണിക്കാണ്. മണ്ഡലത്തിൽ അവസാനത്തെ ഒരു 3-4 ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിന് എത്തിയത് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും നമുക്ക് ആ രാഷ്ട്രീയം കൂടി പരിശോധിക്കാം. ഒരു ചെറിയ ഇടവേളയാണ്. അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളുണ്ട്, എറണാകുളമുണ്ട്, തൃശ്ശൂരുണ്ട്. ഈ ജില്ലകളുടെ രാഷ്ട്രീയം കൂടി നമുക്ക് വിശദമായി പരിശോധിച്ച ശേഷം മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.